നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വേദ ഡാൻസ് ക്ലാസ്സിനെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ വേദ ചിരിക്കുന്നില്ല എന്ന കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ വേദയുടെ 32 പല്ലും വെളിയിൽ കാണിച്ചുകൊണ്ടുള്ള ചിരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചിരി മതിയോ ഗായ്സ്? ഇന്ന് 3 മണിക്കാണ് ഡാൻസ് ക്ലാസ്. പതിയെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. റോഡൊക്കെ ബ്ലോക്കാണ്, കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. ഇന്നലത്തെ വീഡിയോ ആണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. കാറും എടുത്ത് പോകണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ കാറും എടുത്ത് പോയില്ലെങ്കിൽ നമ്മൾ 3 പേരും കൂടി പാടാണ്. അതുപോലെ വെയിൽ നമുക്ക് അസഹനീയമാണ്. അതുകൊണ്ട് പിന്നെ കാറിൽ തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ വേദയുടെ ഡാൻസ് ക്ലാസ്സിനടുത്താണ് നമ്മുടെ നിഷാന്തിൻ്റെയൊക്കെ നിഷാന്ത് സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ അനിയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്നൊന്ന് കണ്ടിട്ട് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിഷാന്തിനെയൊക്കെ വിളിച്ചപ്പോഴേക്കും അവർ ലുലു മോളിൽ നിൽക്കുകയാണ്. രാവിലെ 6 മണിക്ക് എന്തോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവർ ദർശനത്തിന് കയറി ഇറങ്ങിയപ്പോഴേക്കും 1:30 മണിയായി. പിന്നെ അവിടെ നിന്ന് നേരെ ലുലു മോളിലേക്ക് പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ലുലു മോളിൽ പോകാനായിട്ട് നിന്നില്ല കേട്ടോ, കാരണം റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. കാറും എടുത്ത് വന്നതുകൊണ്ട് നമ്മൾ പെട്ടുപോകും. വേദ തിരിച്ച് വിടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എത്താനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളും ലുലു മോളിൽ പോയില്ല. അതുകൊണ്ട് നിഷാന്തിനെയും ഖുഷിയെയും കാണലൊക്കെ നടന്നിട്ടുമില്ല കേട്ടോ. മാത്രമല്ല ഞാനും ഏട്ടനും വേദ ഡാൻസിന് വിട്ടിട്ട് എങ്ങും പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഒരു 2 മണിക്കൂറോളം സാറ് ക്ലാസ് എടുക്കും കേട്ടോ. സാറിൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും ക്ലാസ്സിൻ്റെ നീളം. അപ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂർ ക്ലാസ് അവർക്കുണ്ടാവും. അത്രയും സമയം അവിടെ ഇരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ അങ്കിളുടെ കട തുറന്നു. വേദയുടെ അങ്കിളുടെ കട ഗൗരീശങ്കരം ഹോട്ടൽ തുറന്നു. അപ്പോൾ പിന്നെ അവിടെ പോയി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി. അവിടെ രാവിലെ മുതൽ ഉച്ചവരെയാണ് കട. 12-1 മണി വരെ എന്തോ കടയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 മണിക്കേ തുറക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ 4 മണിയായപ്പോഴേക്കും കട തുറന്നു. ഏട്ടൻ പറഞ്ഞ് ചായ കുടിക്കുന്നെങ്കിൽ വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്ന് പതിയെ ഇറങ്ങി ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ചായ മാത്രമല്ല കേട്ടോ, കൊഴുക്കട്ട കൂടെ കഴിക്കാനായിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനിടുന്ന ചായയൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുടിക്കത്തുമില്ല വീട്ടിലാണേലും. പക്ഷെ പുറത്തിറങ്ങിയാൽ എനിക്ക് ചായ കുടിക്കണം, അത് ഭയങ്കര ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഗൗരീശങ്കരത്ത് വന്നിട്ട് ഞാൻ കൊഴുക്കട്ട ചോദിച്ചു. കൊഴുക്കട്ട ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ എന്നും കൊഴുക്കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കട തുറന്നൊരു 1 മണിക്കൂറോളം സ്നാക്സ് ഐറ്റംസ് ആണ് ഉള്ളത്. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അടദോശ, പൂരി, ചപ്പാത്തി ഈ വക സാധനങ്ങൾ ഉണ്ടാവുന്നത്. നമുക്കിപ്പോൾ അടദോശയും ചപ്പാത്തിയും പൂരിയൊന്നും വേണ്ട. ഞാൻ കൊഴുക്കട്ട കഴിക്കാനാണ് വന്നത്. കൊഴുക്കട്ട ചോദിച്ചു, കൊഴുക്കട്ട കൊണ്ടുവന്നു. ലൈറ്റിൻ്റെ കുറച്ച് ഇതുണ്ട് കേട്ടോ, അതാണ് വീഡിയോ ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊഴുക്കട്ട കിട്ടി. 2 കൊഴുക്കട്ട പറഞ്ഞു. ഇതിൻ്റെ കൂടെ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഒരു വൈറ്റ് ചട്നിയും തരും, ഒരു ടൊമാറ്റോ ചട്നി ആണെന്ന് തോന്നുന്നു. ടൊമാറ്റോ ആണോ അണിയൻ ചട്നി ആണോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അത് രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചില ദിവസം കൊഴുക്കട്ട നല്ല ഹാർഡായിട്ടിരിക്കും, ചില ദിവസം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഏത് തന്നെയാണെങ്കിലും കഴിക്കാൻ സെയിം ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. പണ്ട് ഏട്ടൻ കഴിക്കുമ്പോൾ ഞാൻ കൊഴുക്കട്ട കഴിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കൊഴുക്കട്ട. പക്ഷേ ഒരു ദിവസം കഴിച്ചപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. ഇപ്പോൾ ഞാൻ കൊഴുക്കട്ട ഫാനാണ്. ഇവിടുത്തെ രസവട ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ രസവടയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൊഴുക്കട്ടയിലൊക്കെ കയറിയപ്പോൾ ഇപ്പോൾ രസവട കഴിക്കാറില്ല, എപ്പോഴും കൊഴുക്കട്ടയാണ്. പിന്നെ ഇവിടുത്തെ മഞ്ഞ കേസരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓറഞ്ച് കേസരിയിൽ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ പോലെ തോന്നും. അതുകൊണ്ട് ഓറഞ്ച് കേസരി ഇഷ്ടമല്ല, മഞ്ഞ കേസരി ഇഷ്ടമാണ്. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ കഴിച്ചിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ അവിടെ ഡാൻസ് ക്ലാസ്സൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ വേദയും വിളിച്ചിട്ട് വന്നു. വേദ ചിരിക്കുന്നില്ല എന്നുള്ള പരാതി തീർക്കാൻ വേദ ചിരിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വേദയോട് ചോദിച്ചു വട വേണമെന്ന് ചോദിച്ചപ്പോൾ വേദയ്ക്ക് വടയൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വട വേണ്ടെങ്കിൽ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഐസ്ക്രീം കഴിക്കുക തന്നെയാണ്. അപ്പോൾ വേദയെ ഞാൻ നെട്ടയത്താക്കാനാണ് പോകുന്നത്. നാളെ വേദയ്ക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെട്ടയത്താക്കിയിട്ട് എനിക്ക് അടുത്ത സ്റ്റോക്ക് എടുക്കാനുള്ള സമയമായി. ഞാൻ ഇനി എത്ര നമ്മൾ സ്റ്റോക്ക് വരുത്തിച്ചാലും നമ്മൾ പോയി എടുക്കുന്ന ആ ഒരു സുഖവും സാറ്റിസ്ഫാക്ഷനും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് പോയി എടുക്കാന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ആക്ച്വലി ചെട്ടിനാട് പോകാനാണ് പ്ലാൻ. കാരണം ചെട്ടിനാട് സാരീസ് കുറേ നമുക്ക് വന്നതെല്ലാം അപ്പോൾ തന്നെ പോയി കുറച്ച് പേര് സെയിം സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെട്ടിനാട് പോയി കുറച്ച് സാരീസ് എല്ലാം എടുത്തിട്ട് വരാമെന്ന് എഴുതി. ചെട്ടിനാട് സാരീസിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഒരു 25 സാരിയൊക്കെ എടുത്തത് അത്രയും നമ്മളൊരു വീഡിയോ പോലെ ഇടാണ്ടെല്ലാം പോയി. അതുപോലെ കുറേ ഓർഡേഴ്സ് സെയിം സാധനം വേണം, റീസ്റ്റോക്ക് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. ആക്ച്വലി ചെട്ടിനാടല്ല അവർ നെയ്യുന്നത് കേട്ടോ. മധുരയിലോ അവിടെ എവിടെയൊക്കെയാണ് നെയ്യുന്നത്. അവരോട് കറക്റ്റ് ചോദിച്ചാൽ അവർ പറയുന്നുമില്ല കേട്ടോ നമുക്ക് എവിടെയാണ് ഏതാണെന്നുള്ളത്. ഞങ്ങൾ കറക്റ്റ് ടെക്സ്റ്റൈൽസിൽ കയറിയാണ് നമ്മൾ ആ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം നമുക്കതിൽ ഒരുപാട് പ്രോഫിറ്റ് എടുക്കാനും പറ്റത്തില്ല. ടെക്സ്റ്റൈൽസിലൊരു റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ, അവർ ഹോൾസെയിൽ റേറ്റിനോ അങ്ങനെ ഒന്നും തരത്തില്ല.
ചെട്ടിനാട് പോയപ്പോൾ എനിക്ക് അവിടുത്തെ സാരികളൊക്കെ ഇഷ്ടമായി, നെയ്യുന്നതൊക്കെ കണ്ടു. കുറച്ച് സ്ഥലങ്ങളിൽ കറക്റ്റ് നെയ്യുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ കയറിയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയത് കേട്ടോ. പക്ഷെ അല്ലാതെ അവിടെ കൂടുതലും വരുന്നത് മധുര പോലുള്ള സ്ഥലത്ത് നിന്ന് നെയ്തിട്ടാണ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ നെയ്ത സ്ഥലത്ത് നിന്നാണ് നെയ്യുന്ന 2-3 സ്ഥലങ്ങൾ കണ്ടു, അവിടെ നിന്ന് വാങ്ങി. പക്ഷെ അവിടെ നെയ്തതായാലും വേറെ എവിടെയെങ്കിലും നെയ്തതായാലും മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലായിരുന്നു. കൊടുത്തവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടുന്നു. ഭയങ്കര കംഫർട്ട് മെറ്റീരിയലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. പിന്നെ ഈ ചെട്ടിനാടിൻ്റെ തന്നെ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര വിലയാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾക്ക് അതിൽ പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, നിങ്ങൾ അത് വാങ്ങത്തുമില്ല കേട്ടോ. പക്ഷെ അല്ലാത്ത ഒരു മീഡിയം ഒരു സോഫ്റ്റ് കോട്ടൺ പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് പീസസ് എടുക്കാൻ വേദന നെട്ടത് വിട്ടിട്ട് നമുക്ക് പോവാം, ഞാനും ഏട്ടനും കൂടി പോവാം, ഒന്ന് ബാംഗ്ലൂരൊക്കെ പോയി കുറച്ച് കോട്ട് സെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ വേദയെ കൊണ്ടുവന്ന് നേരെ നെട്ടയത്താക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞ് വന്നപ്പോൾ വട്ടിയൂർക്കാവിൽ പെനിയുണ്ട്. പെനിയിൽ കയറി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി പെനിയിൽ കയറി ഐസ്ക്രീം കഴിച്ചിട്ട്. പിന്നെ വേദയ്ക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ കയറി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച്. നെട്ടയത്ത് വന്നപ്പോഴുണ്ടല്ലോ വിശേഷം, അവിടെ ആരെയും വിളിച്ചിട്ട് ഓട്ടോക്കാർ ആരുമില്ല, കാർ എടുക്കാൻ ഡ്രൈവർ ആരുമില്ല. അപ്പോൾ വേദയെ സ്കൂളിലേക്ക് വിടാൻ ഒരു മനുഷ്യരില്ല കേട്ടോ. അപ്പോൾ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലും ഇന്ന് വേദയ്ക്ക് ട്യൂഷനില്ല. അപ്പോൾ സ്കൂളിൽ മാത്രം വിട്ടാൽ മതിയല്ലോ എന്നൊക്കെ കരുതിയാണ് ഇന്നൊരു ദിവസം പ്ലാൻ ചെയ്തത്. എനിക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരികയും വേണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഒരു കാര്യം ചെയ്യും, എന്നും ഇപ്പോൾ എനിക്ക് കൂടെ വരാൻ പറ്റില്ലല്ലോ, വേദയുടെ കാര്യങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് കേട്ടോ. പോയി എടുത്തില്ല എങ്കിൽ ശരിയാവത്തില്ല. അവർ അയച്ചു തരുന്നത് നമ്മൾ പറയുന്ന സാധനം ആയിരിക്കില്ല അയച്ചു തരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞിന് നമുക്ക് അയച്ചൊക്കെ തന്നിട്ട് ഓക്കെ ആണ്, അവർക്ക് റിട്ടേൺ അയക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പോയി കണ്ടെടുക്കുന്നതിൻ്റെ സുഖമൊന്ന് വേറെ, ഫോട്ടോയിൽ കണ്ടിട്ട് എടുക്കുന്നതിൻ്റെ സുഖം വേറെ കേട്ടോ. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരി, അച്ഛനെ കൂടെ വിളിച്ചു. അച്ഛനും കൂടെ വരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും ഏട്ടനും കൂടി പോയി കുറച്ച് ചെട്ടിനാട് സാരിയൊക്കെ എടുക്കാം. ഞാൻ പറഞ്ഞു എന്നെ വീഡിയോ കോൾ വിളിച്ചാൽ മതി, അല്ല കാണാൻ ഭംഗിയുള്ളത് ഞാൻ പറയാം, അപ്പോൾ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാമല്ലോ. സത്യം പറയാമല്ലോ, ഏട്ടനാണെങ്കിൽ ഇതിൻ്റെ ABCD അറിയില്ല. ഇനി പോയിട്ട് ഏതൊക്കെ എടുത്തിട്ട് വരണമെന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛനാണെങ്കിൽ ഓക്കെ കേട്ടോ, പിന്നെയും കുറച്ച് സെലക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം. ഏട്ടൻ്റേതായ ഒരു രീതിയുണ്ട്, ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തിട്ട് വരുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്തു. എനിക്ക് സത്യമായിട്ട് മനസ്സിൽ നല്ല വിഷമമുണ്ട് പോകാൻ പറ്റാത്തതില്ല. നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു, ചെട്ടിനാട് പോവായിരുന്നു. അല്ലപ്പോൾ ചെട്ടിനാട് ഇല്ല എങ്കിലും മധുരയിൽ പോയി അങ്ങനെയൊന്നും പോയി എടുക്കാൻ പറ്റില്ല കേട്ടോ, അതിനുള്ള സമയം എനിക്ക് ഒരു ദിവസത്തെ സമയമുള്ളൂ. പക്ഷെ വേദയ്ക്ക് ലീവുള്ള ദിവസം പോകാമെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ 2-3 സാറ്റർഡേ സൺഡേ ഡാൻസ് ക്ലാസ്സിന് പോയില്ലെന്ന് സാറ് വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. സാറിന് ഡാൻസ് ക്ലാസ് കറക്റ്റ് ചെന്നില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ 2-3 ക്ലാസ്സിന് പോകാത്തതിൽ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഡാൻസ് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ലീവുള്ള ദിവസം പോകാമെന്ന് വെച്ചാൽ വേദയും കൊണ്ട് നടന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ കയറി ഇറങ്ങിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് വിലയ്ക്ക് നോക്കണതും എല്ലാം കൂടെ നോക്കിയിട്ടൊക്കെ എടുക്കാൻ വേദയും കൊണ്ട് പോയാലും പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ പോയില്ല എങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ കാണും കേട്ടോ. എന്തായാലും അച്ഛനും ഏട്ടനും കൂടെ പോയി എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ വേദയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്മയുടെ ഒരു ഡയലോഗ്, നിനക്ക് വീട്ടിലിപ്പോൾ വരാനും നേരമില്ല, വന്നാലോട്ട് കയറാനും നേരമില്ല എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് തറയിൽ നിൽക്കാനുള്ള നേരമില്ല കേട്ടോ. ആ ഒരു ലോക സിനിമ ഇറങ്ങിയിട്ട് എത്ര ദിവസം കൊണ്ട് കാണണമെന്ന് വെച്ചിട്ട് നടക്കുന്നതേ ഇല്ല. രണ്ടും കൽപ്പിച്ച് ഞാൻ നാളത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാണ്, അതിന് നടക്കുന്നോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. എനിക്കൊരു ശകലം സമയം പോലും കിട്ടുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ വസ്ത്രം തുടങ്ങിയ ശേഷമാണ് നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആട്ടോ. ഓർഡേഴ്സ് വരുന്നു, എടുക്കുന്നു, അത് ചെയ്യുന്നു, അത് അയക്കുന്നു. അപ്പോൾ ഏട്ടനും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുകൂടെ ഇല്ലായിരുന്നെങ്കിലും ഞാനാകെ പെട്ടുപോകാൻ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്ന് ഞാൻ റിലാക്സ് ചെയ്താണ് ഓർഡേഴ്സ് എടുക്കുന്നതും സ്റ്റോക്ക് വരുന്നതും എല്ലാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഇതിൽ ആക്റ്റീവായിട്ട് നിന്നില്ല എങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തത് ഒന്ന് നിർത്തിയിട്ട് പിന്നീട് ഒന്നിന്ന് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് നിന്നു. പക്ഷെ അങ്ങനെ നിന്നാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെ നമ്മൾ നിർത്തിയാൽ ചിലപ്പോൾ പിന്നീട് അതുപോലെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് രണ്ടും കൂടി കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. ഈ കുറച്ച് കോട്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു ഐഡിയ കൂടി വസ്ത്രയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എല്ലാം കൂടി ആവുമ്പോഴും പറ്റത്തില്ല. അതിന് മെയിൻ തിങ് എന്ന് പറയുന്നത് എനിക്ക് പോയി ഷോപ്പിങ്ങും ചെയ്യാനൊന്നും പറ്റുന്നില്ല. വേദയുടെ കാര്യം ഇതിൻ്റെ പുറകെ നടന്നാൽ വേദയുടെ കാര്യം എല്ലാം കുളമാവും. അപ്പോൾ രണ്ടും വേണം. എല്ലാം കൂടിയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടത് നമ്മൾ ചെയ്തില്ല എങ്കിൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ്. അപ്പം നാളെ ഞാനും വേദയും മാത്രമേ ഉള്ളൂ. ഇന്ന് ബീഫൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ
അപ്പോൾ നാളെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് വീട്ടിൽ പോയ ശേഷം കുറേ ദിവസമായി ചീമയുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചീമയുടെ വീട്ടിലൊന്ന് പോകാമെന്ന് കരുതി. സൺഡേ ആയതുകൊണ്ട് അവർ കാണില്ല എന്നാണ് കരുതിയത്. പക്ഷേ എന്താ അവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായിട്ട് റോഡ് ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ജീമയുടെ അവിടെ പോയി കുറച്ച് സമയമൊക്കെ ഇരുന്നപ്പോഴേക്കും ആൻറ്റി ചായ എടുക്കട്ടെ അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി ഇതേ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ചീമ ഇരുന്ന് കഴിക്കുന്നത് നമ്മുടെ നിഷാന്ത് മധുരയിൽ നിന്ന് കൊണ്ടുവന്ന മധുര പേടയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു മണ്ടപ്പറ്റിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ മധുര പേട. അവിടുത്തെ ഒരു പ്രസാദം പോലെയാണ് ഈ മധുര പേട. അപ്പോൾ അതേ ആൻറ്റി വാഴയ്ക്കപ്പൊക്കെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വച്ചൊക്കെയാണ്. അവിടെ നിന്ന് ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കേട്ടോ. ചൂടോടെ 2 കഴിച്ചു. കഴിച്ചിട്ട് 2 എടുത്ത് പാഴ്സൽ ചെയ്തു. അപ്പോൾ വീട്ടിൽ ബീഫ് ഇരിക്കുന്നുണ്ട്. വേദയ്ക്ക് ബീഫും പഴംപൊരിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൂട്ടി കഴിക്കാമെന്നും പറഞ്ഞ് 2 എടുത്ത് പാഴ്സലും ചെയ്തേ. 2 ചീമ 2-3 പറക്കി അതിനകത്ത് വെച്ച് തന്നു. അങ്ങനെ അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് വേദയ്ക്ക് ഞാൻ പഴംപൊരിയും ബീഫും കൂടി കൊടുത്തപ്പോൾ വേദ ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. പിന്നെ ജിയിൽ ഇറങ്ങിയ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രെഡും ബീഫും വേദയ്ക്ക് ഇഷ്ടമാണ്. ഏട്ടനും കഴിക്കും കേട്ടോ. അപ്പോൾ വൈകിട്ട് ഡിന്നറിന് ബീഫും ബ്രെഡും ആയിരിക്കാം എന്നാണ് കരുതിയത്. വേദായിരുന്നു ഗോഷ്ടി കാണിക്കുന്നത് നോക്കിയാൽ. ഞാൻ ചിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇരുന്ന് ഗോഷ്ടി കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ചീമ പറഞ്ഞ് നീ ഗോഷ്ടി കാണിക്കുന്ന എല്ലാം അവളെടുത്ത് എന്തിനാണ് വെറുതെ ഗോഷ്ടി കാണിക്കുന്നത്, മര്യാദയ്ക്ക് ഇരിയെന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. അപ്പോൾ ബ്രെഡും ബീഫും കഴിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് വേദയ്ക്ക് പഴംപൊരി കിട്ടിയത്. അങ്ങനെ പഴംപൊരിയും ബീഫും കഴിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ പഴംപൊരിയും ബീഫും. എനിക്കെന്ത് പഴംപൊരിയും ബീഫും ഇഷ്ടമല്ല. അപ്പോൾ വേദ കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഏട്ടന് ഡിന്നറെന്ന് പറയുന്നത് ബ്രെഡും ബീഫുമാണ്. ഞാൻ നാളെ അച്ഛനും ഏട്ടനും കൊണ്ടുപോകാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അച്ഛനും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അച്ഛന് ഡിസ്കിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും പോകാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. വേദയെ കൂടി നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പോയാനെന്നറിയോ. അതുകൊണ്ട് പിന്നെ പോക്ക് നടന്നില്ല. എന്തായാലും 2 പേരും കൂടി പോയി എടുത്തിട്ട് വരുന്ന കളക്ഷൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് ചെന്നൈയിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ചെന്നൈയിൽ കുറച്ച് സംതിങ് ബിഗ് ഐ ആം പ്ലാനിങ്. ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് വേദയ്ക്ക് അവധിയാവട്ടെ, അപ്പോഴേക്കും നമുക്ക് പോയി എടുക്കാം കേട്ടോ. അങ്ങനെ അതേ ബീഫ് നാളത്തേക്കായിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് വഴിയെ പറയാൻ ചിക്കനൊക്കെ എന്തിനാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നതെന്നുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞാൽ നിങ്ങളെന്നെ കളിയാക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.